ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഞ്ജന ഉണ്ടാക്കിയ കറി എല്ലാവരും കൂടെ ചേർന്ന് അഞ്ജനയെ കൊണ്ട് തന്നെ കഴിപ്പിക്കുക. ലാസ്റ്റ് സൗഭാഗ്യതയമ്മ പറഞ്ഞു, മോളെ അടുക്കളയിലേക്ക് കയറി വല്ലതും വെച്ചുണ്ടാക്കുമ്പോൾ അതിന് ഉപ്പും മുളകൊക്കെ കറക്റ്റാണോ എന്ന് അവനവൻ തന്നെ നോക്കണം. അല്ലാതെ വല്ലതും മുളകും ഉപ്പും ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് എല്ലാം കൂടെ കൊട്ടിയിടുകയല്ല വേണ്ടതെന്നൊക്കെ പറഞ്ഞ് സൗഭാഗ്യവതിയമ്മ ഇങ്ങനെ അഞ്ജനയോട് പറഞ്ഞു. എല്ലാവരും ഭക്ഷണവും മതിയാക്കി എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു, എല്ലാം നശിപ്പിച്ചില്ലെന്ന് ചോദിച്ചുകൊണ്ട് ഭവാനി അഞ്ജനയെ വഴക്ക് പറയാം. അത് കേട്ടപ്പോൾ അമ്മ ഞാൻ അജയ് ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി നോക്കിയതാണെന്ന് പറഞ്ഞത്. ഇമ്പ്രസ് അതും പറഞ്ഞ് ഭവാനി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അപ്പോഴത്തേക്ക് സംഗീത സാരമില്ല മോളെ, നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കി അവനെ ഇമ്പ്രസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജന ഇങ്ങനെ നിൽക്കുക. പിന്നെ കാണിക്കുക നമ്മുടെ ഭൂമിയാട്ടോ. ഭൂമി വീട്ടിലിരുന്ന് ചായ കുടിക്കുക. അപ്പോൾ അച്ഛനുമായിട്ടുണ്ടായിരുന്ന ആ ഒരു സംഭാഷണം ഓർക്കുന്നു. അച്ഛനാണ് ഒരു ദിവസം കുറേ ചായ കുടിക്കുന്നത്, എത്രാമത്തെ ചായ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ഭൂമി അച്ഛനെ ചായ കുടിക്കാൻ സമ്മതിക്കാതിരുന്നതും ഒക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഭൂമിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുവാണേ, സുമ എന്ന് പറയുന്ന ഒരാളുടെ. അപ്പോൾ നീ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ വീട്ടിലുണ്ടെന്ന് ഭൂമി പറഞ്ഞു. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, എനിക്ക് വരാൻ പറ്റിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ, നീ ഒന്നും വിചാരിക്കല്ലേടി എന്നൊക്കെ സുമ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നിധിക്ക് ഭയങ്കര സങ്കടം. ആ സുമേ, നീ ഇപ്പോൾ വിളിച്ചത് എന്തായാലും നന്നായി എന്ന് ഭൂമി അന്നേരം പറഞ്ഞു. അതെ, നമ്മുടെ ആ കോളേജിലുണ്ടായിരുന്ന ശങ്കരനാരായണൻ സാറില്ലേ, സാർ ഇപ്പോൾ എവിടെയാണെന്ന് ഭൂമി ചോദിച്ചു. അപ്പോൾ അഡ്രസ്സ് വേണമെങ്കിൽ ഞാൻ നിനക്ക് മെസ്സേജ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്താ ഭൂമി കാര്യമെന്ന് ചോദിക്കുമ്പോൾ അത് ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഭൂമി ആ പുള്ളിക്കാരിയോട് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഭൂമി റൂമിലേക്ക് ചെല്ലുകയാണ്. റൂമിലേക്ക് ഭൂമി ഫോണുമായിട്ട് ചെന്നു. അപ്പോൾ സുമേ ഞാൻ എന്നാൽ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞ വിവരങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഭൂമി ഇങ്ങനെ റൂമിങ്ങനെ മൊത്തത്തിൽ നോക്കുക കേട്ടോ. അപ്പോൾ തുണിയൊക്കെ ഇങ്ങനെ ആകെ വലിച്ചു വാരി ഇരിക്കുന്നു. അപ്പോൾ പാവം അമ്മയുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഇങ്ങനെ കിടക്കില്ലായിരുന്നു എന്ന് ഭൂമി പറയാം അലമാരിയിലേക്ക് നോക്കിയിട്ട്. എന്നിട്ട് അവിടെ കിടന്നെല്ലാം ചാടിച്ചിട്ട് മടക്കാനായിട്ട് നോക്കുക. അങ്ങനെ ഡ്രസ്സെല്ലാം കൂടെ എടുത്തപ്പോഴത്തേക്കും അതിൽ നിന്നൊരു കത്ത് നമ്മുടെ ഭൂമിക്ക് കിട്ടുന്നു. ഭൂമി വേഗം തന്നെ ആ കത്ത് അങ്ങോട്ടേക്ക് എടുത്തു. അപ്പോൾ എൻ്റെ മോൾ അറിയാൻ എന്ന് പറഞ്ഞിട്ട് അച്ചുവേട്ടൻ എഴുതിയൊരു കത്താണ്. അപ്പോൾ മോൾ അറിയാൻ എനിക്ക് എന്തും സംഭവിക്കാവെന്നൊക്കെ അച്ഛൻ ഇങ്ങനെ പറയാം. ഞാൻ കൊല ചെയ്യപ്പെട്ടേക്കാവെന്നൊക്കെ ഇങ്ങനെ അച്ചുവേട്ടൻ പറയും കേട്ടോ. അപ്പോൾ ഇത് മുഴുവനും നമ്മുടെ ഭൂമി വായിച്ചു. അപ്പോൾ താൻ കൊല്ലപ്പെടുന്ന അച്ഛന് നേരത്തെ അറിയായിരുന്നു. ആ ഒരു കത്തുമായിട്ട് നമ്മുടെ ഭൂമി ഇങ്ങനെ അവിടെ നിന്ന് ചങ്ക് പൊട്ടി കരയാം. ആ സെക്കൻഡിൽ തന്നെ ഭൂമി ഫോൺ എടുത്ത് അജയ് വിളിക്കാനായിട്ട് തുടങ്ങും കേട്ടോ. ഈ സമയം കൊണ്ട് അവിടെ സൗഭാഗ്യപുരത്ത് ഭൂമിയുടെ കാര്യം പറഞ്ഞ സത്യം ഇവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുക. ഭൂമിയുടെ കാര്യം ഓർത്തവർക്ക് ഭയങ്കര സങ്കടം ഉണ്ടെന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ ഭവാനിയ എല്ലാവരും ഉണ്ട്. ഈ ഭൂമിയിൽ അവൾക്ക് ആകെ ഉണ്ടായിരുന്നത് അച്ഛനും അമ്മയും മാത്രമല്ലായിരുന്നോ എന്നങ്ങനെ പറയുന്നു. അച്ഛൻ കൊല്ലപ്പെട്ടു, അമ്മയാണെങ്കിലോ ജയിലിലും. ഭവാനി ഇതൊക്കെ കേട്ട് ഭയങ്കര ഇതിലിരിക്കും കേട്ടോ. അനാഥത്തോളം വലിയൊരു വേദന വേറെ എന്താ മക്കളെ ഉള്ളത് ജീവിതത്തിൽ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയാം. പിന്നെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭൂമിയുടെ അമ്മ നിരപരാധിയാണെന്ന് തന്നെയാണ് നിഗമനമെന്ന് അന്നേരം നമ്മുടെ അജയ് പറഞ്ഞു. പക്ഷേ തെളിവുകളൊക്കെ അവർക്കെതിരാണെന്ന് പറഞ്ഞപ്പോൾ ഭവാനി അവിടെ ഇരുന്ന് ചിരിക്കുക. അത് കേട്ടപ്പം മോനെ നോക്ക്, നിയമവശത്തേക്ക് അങ്ങനൊരു കുഴപ്പമുണ്ട്. അവിടെ തെളിവുകളും സാക്ഷികളും മാത്രമാണ് പരിഗണിക്കപ്പെടുന്നതെന്ന് സത്യം അന്നേരം പറയണം. അംബികയ്ക്ക് അയാളെ കൊല്ലേണ്ട കാര്യം എന്താ? അത്ര ആലോചിച്ചാൽ പോരെ? അവർ നിരപരാധിയാണെന്ന് മനസ്സിലാക്കാനായിട്ടെന്ന് സംഗീത ചോദിച്ചു. എല്ലാം A to Z ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഭർത്താവിൻ്റെ മദ്യപാനം, നിത്യേനുള്ള വഴക്ക്, കൊല്ലുമെന്ന് പലതവണ ഭീഷണി മുഴക്കി കേട്ട സാക്ഷികൾ, അപ്പോൾ ഫിംഗർ പ്രിൻ്റ് പതിഞ്ഞ കത്തി, എല്ലാ തെളിവുകളും സാക്ഷിമൊഴികളും ഭൂമിയുടെ അമ്മ പ്രതിയാണെന്നുള്ള ആ ഒരു ഇതിലേക്ക് മാത്രമാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അല്ല അപ്പോൾ ആ സ്ത്രീ ശിക്ഷിക്കപ്പെടുമോ എന്ന് ഭവാനി ചോദിക്കാട്ടോ അജയോട്. അപ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ ഭവാനിയെ തന്നെ ഇങ്ങനെ നോക്കുക തുറിച്ച്. അല്ല, കാര്യം എന്തൊക്കെയാണെങ്കിലും എൻ്റെ മകളുടെ പ്രായത്തിലുള്ളൊരു പെണ്ണല്ലേ, അവളുടെ ജീവിതം കരിന്തിരി കത്തി പോകുമല്ലോ എന്നോർത്ത് ചോദിച്ചതാണ് എന്ന് ഈ ഭവാനി അന്നേരം പറഞ്ഞു. അപ്പോൾ കോടതിക്ക് തെളിവുകളും സാക്ഷികളും മാത്രം മതിയെങ്കിൽ പിന്നെ എന്ത് ചെയ്യുമെന്ന് ഭവാനിയമ്മ നിരപരാധിക്ക് തൂക്കുകയറ് തന്നെ എന്ന് പറഞ്ഞു. മോനെ, 1000 അപരാധികൾ രക്ഷപ്പെട്ടാൽ പോലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും വലിയ പോളിസി എന്ന് സത്യം അന്നേരം പറഞ്ഞു. അതുകൊണ്ടാണ് സംശയത്തിന് നിഴലിൽ പെട്ടാൽ പോലും കോടതി ശിക്ഷ നൽകാത്തത് എന്ന കാര്യവും പറയാട്ടോ സത്യ. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നിനക്ക് ആ ഭൂമിയുടെ നിരപരാധിയാണെന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ നിന്നെക്കൊണ്ട് സാധിക്കണമെന്ന് ഇങ്ങനെ സത്യ പറയുന്നു. അതിനു വേണ്ടുന്ന തെളിവുകൾ എങ്ങനെയെങ്കിലും നീ തന്നെ കണ്ടെത്തുകയും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ സത്യം ഇങ്ങനെ പറയാം. ഇത് കേട്ടപ്പോൾ ഭവാനിക്ക് ദേഷ്യം വരും. അപ്പോൾ സത്യം പറഞ്ഞാൽ ശരിയാ, ഭൂമിക്ക് ആരും ഇല്ലാതായി പോകരുതെന്ന് ആ അമ്മ പറയുന്നു. അവളുടെ അമ്മയെ എങ്ങനെയെങ്കിലും രക്ഷിച്ച് കൊണ്ടുവന്നേ പറ്റൂ എന്നും പറയുന്നു. എന്ന് പറഞ്ഞ ഭവാനി ഇങ്ങനെ ഇരിക്കട്ടെ കല്ല് കയറിയിട്ട്. അന്നേരം മോനെ,
ദേ നിന്റെ ഈ യൂണിഫോമിന് പ്രതികളെ പിടിക്കാൻ മാത്രമല്ല നിരപരാധികളെ രക്ഷപ്പെടുത്താനുള്ള ഉത്തരവാദിത്വവും ഉണ്ടെന്ന് മാധവനും അന്നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അജയുടെ ഫോണിലേക്ക് ഭൂമിയുടെ കോള് വരുന്നത്. ഹലോ ഭൂമി, ഞാൻ രാത്രിയിൽ വിളിച്ചെന്ന് ചോദിച്ചപ്പോൾ സാർ ഒരു കാര്യമുണ്ട്, എനിക്ക് ഇപ്പോൾ അച്ഛൻ എഴുതിയൊരു കത്ത് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കത്തോ? എന്ത് കത്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഭവാനി ഞെട്ടി. അപ്പോൾ ഭവാനി ഇങ്ങനെ പേടിച്ച് വരച്ചിരിക്കുക. സാർ അത് യാദൃശികമായിട്ട് കിട്ടിയതാണെന്നും ഇത് എന്തെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടട്ടെ എന്ന് കരുതി അച്ഛൻ ഒളിപ്പിച്ച് വെച്ചതുപോലെയായിരുന്നു ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് വായിച്ചു എന്ന് പറയാം. അപ്പോൾ എന്തായിരുന്നു കത്തിൽ? അപ്പോൾ ഭൂമിയുള്ള കാര്യം പറയുവാണ്. അത് പിന്നെ ഫോണിൽ കൂടെ പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിപ്പോൾ സ്റ്റേഷനിലോട്ട് വരാം സാർ, അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫോൺ കട്ട് ചെയ്തു. എന്താ മോനെ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് സ്റ്റേഷൻ വരെയൊന്ന് പോകണം, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടെന്ന് പറഞ്ഞപ്പം എന്ത് പ്രധാനപ്പെട്ട കാര്യം അതെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞു. ഭവാനിക്കാണ് ടെൻഷൻ കൂടുതൽ. അപ്പോൾ ഭൂമിയുടെ അച്ഛൻ എഴുതി വെച്ച ഒരു കത്ത് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭവാനി ആകെ പേടിച്ചു. കയ്യും കാലും വരയ്ക്കാൻ തുടങ്ങി ഭവാനിക്ക്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കാം. അപ്പോൾ അവരുടെ അമ്മയല്ലേ കൊലക്കേസിൽ കുടുങ്ങിക്കിടക്കുന്നത്, അവരെ രക്ഷിക്കാൻ പറ്റിയ എന്തോ ഒരു കാര്യം ആ കത്തിലുണ്ടെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഭവാനിയുടെ കയ്യും കാലും വരയ്ക്കാൻ തുടങ്ങി, പേടിയായി. അജയ് അന്നേരം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി, ഭവാനിയും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അപ്പോൾ റൂമിൽ മോള് പാട്ടൊക്കെ കേട്ട് ഡാൻസൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കും. അപ്പോഴാണ് അമ്മ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. എല്ലാം തട്ടിപ്പറിച്ച് വാങ്ങിച്ച് മോളുടെ മുന്നിൽ നിന്നു. നീ ഇവിടെ പാട്ടും കേട്ട് തുള്ളിക്കൊണ്ട് നിന്നോളാൻ പറഞ്ഞു. അവൻ കൈവിട്ട് പോയി കഴിയുമ്പോഴേ നീ പഠിക്കത്തുള്ളെന്ന് പറഞ്ഞു. എന്താ അമ്മ ഇത് ആരുടെ കാര്യം പറയണേന്ന് ചോദിച്ചു. വേറെ ആരുടെ കാര്യം? അജയുടെ കാര്യം ഞാൻ ഈ പറയണതെന്ന് പറഞ്ഞു. പെണ്ണുങ്ങളായാലേ കുറച്ചൊക്കെ പിടിപ്പ് വേണമെന്നും ആണുങ്ങളെ വരച്ച വരയിൽ നിർത്താനുള്ള കഴിവ് വേണമെന്നും പറയാം. അജയ് എന്ത് ചെയ്തെന്ന് അമ്മ ഈ പറയണേ? എടി വെറുതെ സംസാരിച്ച് വീട്ടിലിരുന്നവനാ, അവനെ ഭൂമി വിളിച്ചോണ്ട് പോവുക, നിനക്കറിയാവോ എന്ന് ചോദിച്ചു. അവനെ വിളിച്ച് ഏതാണ്ടൊക്കെ സംസാരിച്ചു, കാണണമെന്നായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മ പറഞ്ഞു കേൾപ്പിക്കുന്നു. അവരുടെ അച്ഛൻ്റെ മരണക്കേസുകളുള്ള ഒരു സൗകര്യമായിട്ട് എടുത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അമ്മ മോളെയും തെറ്റിദ്ധരിപ്പിക്കുക. എന്നിട്ട് അജയ് പോയോന്ന് ചോദിച്ചു. അവൻ ഇപ്പോൾ പോകും, റെഡി ആവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഭൂമിയുടെ കാര്യം നീ ചോദിച്ചാലും അവൻ പറയില്ല എന്ന് പറഞ്ഞു. എന്നാൽ അജയ് ഇന്ന് പോവില്ലമ്മേ, അഞ്ജനയാ പറയുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അജയ് പോയാൽ അത് അഞ്ജനയുടെ ശവത്തി ചവിട്ടിയിട്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവൾ അങ്ങോട്ടേക്ക് പോയി. തൊട്ടടുത്ത നിമിഷം ഭവാനി എടുത്ത് ആ ഗുണ്ടയെ വിളിക്കുക. ഭവാനി മേഡം ആണല്ലോ, ഈ നേരത്തെ എന്തിനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഫോൺ എടുത്തു. ഹലോ മേഡം, എന്താ കാര്യമെന്ന് ചോദിച്ചപ്പം ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. ഭൂമി ഒരു കത്തുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. ഒരു കാരണവശാലും ആ കത്തുമായിട്ട് അവൾ സ്റ്റേഷനിലെത്താൻ പാടില്ല എന്ന് പറയുകയാണ് ഈ ഭവാനി. കത്തെന്ന് പറയുമ്പോൾ എന്താ കാര്യം മേഡം എന്ന് ചോദിച്ചു. സാധാരണ കത്തല്ല അത് ചത്തുപോയ അച്യുതൻ എഴുതിയ കത്താണെന്ന് ഈ ഭവാനി പറയുക. അവൾ അജയോട് പറയുന്ന അവളുടെ അമ്മയുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള എന്തോ ഒരു സംഗതി ആ കത്തിലുണ്ടെന്നാണെന്നും അതിൻ്റെ അർത്ഥം എന്താ, യഥാർത്ഥ കൊലയാളികൾ ആരാണെന്ന് എന്തോ തെളിവുണ്ടെന്നല്ലേ എന്ന് ഭവാനി ഇയാളോട് പറയുമ്പോൾ മേഡം അത് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന കാര്യം ഭവാനി പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു കാരണവശാലും ആ കത്ത് സ്റ്റേഷനിൽ എത്താൻ പാടില്ല എന്ന്. നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഫുൾ ഫ്രീഡം ഞാൻ തന്നേക്കുവാണ്. അപ്പം ശരി മേഡം എന്ന് പറഞ്ഞു. അതും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. കണ്ണുകളുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ഭവാനി. ഈ സമയത്ത് അജയ് അവിടെ ആരോ ഫോണിൽ വിളിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് അഞ്ജന അങ്ങോട്ടേക്ക് പറന്നു വന്നു. ഏയ് നീ ഇതെവിടെ പോവാന്ന് ചോദിച്ചു. അതും ഈ സമയത്ത് മാർക്കറ്റിൽ പോകുമായിരുന്നു. എന്താ വല്ല വാങ്ങിക്കാനുണ്ടോ എന്ന് ചോദിച്ചേ. ഈ കാക്കി ഡ്രസ്സ് കണ്ട ഏത് മന്ദബുദ്ധിക്ക് മനസ്സിലാകുമല്ലോ എവിടേക്കാണ് പോകുന്നതെന്ന്. രാത്രിയും പകലും ഇല്ലാതെ എന്തിനാ അജയ് നീ ഇങ്ങനെ ജോലി ചെയ്യുന്നത്? എനിക്കത് ഇഷ്ടപ്പെടുന്നതേ ഇല്ല എന്ന് അഞ്ജന. ഇതുപോലെ ജോലി ചെയ്യാനാണ് നീ നിന്റെ ജോബ് ഉപേക്ഷിക്കാനൊക്കെ ആയിട്ട് പറയാം. നിനക്കിപ്പോൾ എന്നാ വേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ നീ ഈ സമയത്ത് പോകാൻ ഒക്കുവല്ല. ശരി, ഓക്കെ, ഞാൻ ജോലി റിസൈൻ ചെയ്യാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഇവിടെ അപ്പച്ചിയുടെ കൂടെ എല്ലാത്തിനും കൂടണം. എന്തായാലും നിനക്ക് ഇഷ്ടംപോലെ ശമ്പളമൊക്കെ കിട്ടുമല്ലോ. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? പിന്നെ നമ്മുടെ വിവാഹം. എന്നിട്ടോ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. എന്നിട്ടോ 2-3 കുട്ടികൾ. എന്നിട്ട് അപ്പോഴേക്കും അഞ്ജന ഇങ്ങനെ നോക്കുക. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. എന്നിട്ട് ഇവളെ കളിയാക്കിക്കൊണ്ടിരിക്കാം, എന്നെ പരിഹസിക്കാം. എനിക്കത് മനസ്സിലായി. ഇപ്പോഴെങ്കിലും നിനക്കത് മനസ്സിലായല്ലോ. നിന്നെ വിഡ്ഢിയെന്ന് പോലും വിളിക്കാൻ പറ്റില്ലല്ലോ. അത് അവർക്ക് പോലും അപമാനമാണ്. യൂസ്ലെസ് ഐറ്റം. എന്നെയാണോ പറഞ്ഞത്? സത്യത്തിൽ അത് നിന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് എടുത്തോ. യൂസ്ലെസ് ഐറ്റം ആറങ്ങോട്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അജയ് അവിടുന്ന് പോകുമ്പോൾ അജയ് പോകാൻ പറ്റില്ല എന്നും പറഞ്ഞു ചെന്നു. അജയ് ഇന്ന് പോവണ്ട എന്ന് പറഞ്ഞു ഇവള് വഴിക്ക് തടഞ്ഞു നിൽക്കാം. ഞാൻ പറയുന്നത് ഒരു പ്രാവശ്യങ്ങളും നിനക്കൊന്ന് അനുസരിച്ചുകൂടെ എന്ന് ചോദിച്ചു.
അപ്പോൾ അജയ് അങ്ങനെ പോകുന്നു. അപ്പം ഞാൻ നിന്റെ ഭാര്യയാകാൻ പോകല്ലേ, എന്നെ അനുസരിച്ചാൽ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇല്ലെങ്കിൽ എനിക്ക് നോണക്കേടല്ലേ എന്നൊക്കെ ചോദിക്കാം. ഇന്ന് നിന്നെ ഞാൻ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് അഞ്ജന അജയായിട്ട് വഴക്കുണ്ടാക്കുന്നത് ഈ ഭവാനി അപ്പുറം മാറി നിന്ന് കണ്ട് ആസ്വദിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട് ചിരിച്ചോണ്ട് നിൽക്കുന്ന ഭവാനിയുടെ മുന്നിൽ വെച്ച് ഇത് നിന്റെ അമ്മയോട് പറ, നിന്നെ ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ, നിനക്കെന്താ സൈക്കോ പ്രോബ്ലം ഉണ്ടെന്നും പറഞ്ഞ് അവളെ പിടിച്ച് തള്ളി വെച്ചിട്ട് ഈ അജയ് അങ്ങ് പോയി. ഇവളെ നേരത്തേനും ഭവാനിയെ നോക്കുക. ഭവാനിയെ നോക്കിയിട്ട് ആ സ്റ്റെപ്പിൽ നിന്ന് ഉരുണ്ട് താഴെ പോയി. അപ്പോഴത്തേക്കും എല്ലാവരും പറന്നു വന്നു. അയ്യോ മോളെ, അയ്യോ ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവളെയും ചുമന്ന് വലിച്ചുകൊണ്ട് എല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ പോകണം. അജയ്ക്കും അങ്ങോട്ട് പോകേണ്ടതായിട്ട് വന്നു. ഭവാനിയും അതുപോലെ സംഗീതയും കൂടെ വീട്ടിൽ ഇങ്ങനെ നിൽക്കുക. ഭവാനി ഭയങ്കര കരച്ചിൽ. അയ്യോ ഭവാനി കരയല്ലേ, അവർക്കൊന്നും ഉണ്ടാവില്ല, അവർ പോയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംഗീത പറയാട്ടോ, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്നുള്ളൊരവസ്ഥയിലായി ചേച്ചിയുടെ കാര്യങ്ങൾ. അത് കഴിഞ്ഞ് എന്നെ കാണിക്കുന്ന ഭൂമിയാണെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വരിക വണ്ടി ഓടിച്ച്. മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവളെ വിളിച്ചുകൊണ്ടിരിക്കുക, ഈ അഞ്ജനയെ വിളിച്ചുകൊണ്ടിരിക്കുക സത്യ. പക്ഷെ ബോധമൊന്നുമില്ല. അജയ് ഒന്ന് പെട്ടെന്ന് പോ, അഞ്ജന എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുക. അപ്പോൾ തലയിടിച്ച് കാണും, അതിൻ്റെ മയക്കമായിരിക്കും എന്ന് പറഞ്ഞു കേട്ടോ അജയ്. എടാ നീ ഒന്ന് പെട്ടെന്ന് പോ അജയ് പറഞ്ഞ് അങ്ങനെ അജയ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു. ഭൂമി ആ സമയം കൊണ്ട് സ്കൂട്ടറിൽ വരുന്നു. ആ ഗുണ്ട ഭൂമിയെ ഫോളോയും ചെയ്യുന്നു. അപ്പം അങ്ങനെ ഭൂമിയെ പിടിക്കാനായിട്ട് ഇവൻ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് എൻ്റെ അച്ഛൻ്റെ കൊലപാതകികൾ ആരെങ്കിലും ആയിരിക്കും എന്നെ ഈ ഫോളോ ചെയ്യുന്നതെന്ന് ഭൂമിക്കൊരു സംശയം. ഒരുത്തൻ ഇങ്ങനെ ഭൂമിയെ വട്ടം ചുറ്റുന്നത് ഭൂമിക്ക് മനസ്സിലായി. അങ്ങനെ ഭൂമി അങ്ങോട്ടേക്ക് പോണു, മറ്റവൻ ഭൂമിയുടെ പിന്നാലെ പോണു. ആ നേരം കൊണ്ട് അഞ്ജനയും കൊണ്ട് ഇവർ ഹോസ്പിറ്റലിലെത്തി. പെട്ടെന്ന് അഞ്ജനയെ അവർ വന്ന് സ്ട്രെച്ചറിൽ അകത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇവരവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഭൂമിയാണെന്നുണ്ടെങ്കിൽ ഈ ഗുണ്ടയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഭയങ്കര സ്പീഡിൽ വണ്ടി ഓടിച്ച് ഇങ്ങനെ അങ്ങോട്ട് പോകണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.